എന്ത് പറഞ്ഞാലും നെഗറ്റീവ് കാണാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഇപ്പം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ കാണാൻ ഇഷ്ടമാണ്. ഞാൻ ചില വിവാദ ചോദ്യം ചോദിക്കാം. അപ്പോൾ അവരെന്ത് എന്നെ ചീത്ത വിടും. അപ്പോൾ ഞാൻ ഇവരെൻ്റെ വീഡിയോ കാണുന്നത് എനിക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ, ഞാൻ അതിനകത്ത് ഹാപ്പിയാണ്. എനിക്ക് അവർ കാണുമ്പോൾ എനിക്ക് അതിൻ്റെ ഡോളർ എനിക്ക് കിട്ടുമല്ലോ, ഫുള്ളിരുന്ന് കാണുകയും ചെയ്യുമല്ലോ, എന്നിട്ടല്ലേ മൊത്തം കമൻറ്റ് ചെയ്യുള്ളൂ. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ആ ഒരു മുന്നോട്ടുള്ള യാത്രയാണ്. പക്ഷേ മാധവ് എന്തിനും പ്രതികരിക്കുന്ന ആളാണ്. അത് പ്രതികരണം കൃത്യമായിട്ട് തന്നെ പറയുന്ന ഒരാളുമാണ്. അതാണ് ഇവിടെ ഇപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞത്. നമ്മൾ ആരും പറയാത്ത സംഭവമാണ്. അനുഭവം പോലും പ്രതീക്ഷിച്ചില്ല മാധവ് ഇങ്ങനെ പറയുന്നല്ലേ. പക്ഷെ മാധവ് അന്ന് തൊട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളാണ് അല്ലേ. ഇപ്പോഴായിരിക്കും പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. കാര്യം ഞാനും ഈ ഇൻഡസ്ട്രിയിൽ വളർന്ന് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് ഒരു 20 വർഷം കഴിഞ്ഞ് ഒരു 30 years കഴിഞ്ഞ് നോക്കുമ്പോൾ I'd love to go up to working in Hollywood. In terms of a commercial scale, Hollywood ആണ് the biggest film industry in our world, in our planet, on our planet. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴും ഇവനൊരു മലയാളി ആക്ടർ എന്നുള്ള, അതും ആൾക്കാർ പറയുന്നതല്ല, എനിക്ക് സ്വയമേ ഫീൽ ചെയ്യണം ഞാൻ ഒരു മലയാളി ആക്ടറാണെന്ന്. അത് ഈ ഒരു എൻവയൺമെന്റിൽ പോയി കഴിഞ്ഞാൽ എന്നെ അവരും വെറുപ്പിക്കും, ഞാൻ അവരെയും വെറുപ്പിക്കും. ആ ഒരു സ്റ്റേജിലോട്ട് പോയി എത്തും. ഒരുപാട് നെഗറ്റീവ് ആകുമ്പോഴത്തേക്കും that's how it ends up usually. I don't want that. I want a positive environment. ഈ വർക്ക് ചെയ്യുന്ന സെറ്റിൽ മാത്രമല്ല, അറ്റ്ലീസ്റ്റ് ഈ ക്രൗഡ് റിസീവ് ചെയ്യുന്ന രീതിയിൽ. We're all humans, we're not perfect, we're not immune to criticism. So there's a very fine line between criticism and disrespect. Criticize ചെയ്തോ, don't disrespect people. എന്നാൽ ഡിസ്റെസ്പെക്ട് ചെയ്യുവാണെങ്കിൽ സെലിബ്രിറ്റീസോ ഈ ആക്ടേഴ്സോ തിരിച്ച് ഡിസ്റെസ്പെക്ട് ചെയ്യുന്നത് ഉടനെ മീഡിയ എടുത്ത് ഇവർക്ക് ആരാണ് ലൈസൻസ് കൊടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ, അല്ലാതെ നാട്ടുകാർ പറയുന്നതിന് കുഴപ്പമില്ല. Don't do that, be fair. രണ്ടിലും ഒരു ഫാനസ് കണ്ടുപിടിക്കുക. ഇങ്ങോട്ട് ഡിസ്റെസ്പെക്ട് ചെയ്താൽ തിരിച്ച് രണ്ടടി കൂട്ടി ഡിസ്റെസ്പെക്ട് ചെയ്യും. ഞാൻ തീർച്ചയായിട്ടും കൊടുക്കും. കേട്ട് മടുത്തു. ഞാൻ ഇന്ന് വരുമ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, ആരുടെയെന്ന് മാധവൻ്റെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നത് എന്നോട് എൻ്റെ വൈഫ് പറഞ്ഞ ആരാണ് പറഞ്ഞത്. ഗൂഗിള് വേറെയാണ്, ചേട്ടൻ വേറെയാണ്. പക്ഷേ മാധവൻ കൃത്യമായിട്ട് കുറേ കാര്യങ്ങൾ ഇന്ന് പറയും. എൻ്റെ വൈഫ് എന്ന് പറഞ്ഞ ആരാട്ടെ ഞാൻ പറഞ്ഞു. സത്യസന്ധമായിട്ട് ചേട്ടൻ ഒരുപാട് വേദന ഉള്ളിൽ വെക്കുന്ന ഒരാളാണ്, ഒരുപാട് വേദന ഉള്ളിൽ വെക്കുന്നത്. എനിക്ക് അങ്ങനെ ആവാൻ താല്പര്യമില്ല. കാര്യം അത് എൻ്റെ ചേട്ടനെ ഒരു ഡെയിലി ബേസിൽ എത്രത്തോളം അത് എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് എല്ലാ ദിവസവും കാണുന്ന ഒരാളാണ്. ഐ വോണ്ട് ഡു ദാറ്റ് ടു മൈസെൽഫ്. ഞാൻ പറയേണ്ടത് പറയും. ഞാൻ എന്തിനാ എൻ്റെ ഉള്ളിൽ ഇത് പിടിച്ചു വെച്ച് എന്നെ തന്നെ ഞാൻ ഡാമേജ് ചെയ്യുന്നു? ഒരിക്കലും ആവശ്യമില്ല, അതിൻ്റെ ഒരിക്കലും ആവശ്യമില്ല. ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. എന്തായാലും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. സിനിമയിലേക്ക് ഒന്ന് തിരിച്ചു വരികയാണ്. ഇത് പറയേണ്ട സംഭവമാണ് പറഞ്ഞത്, പറയാത്ത സംഭവം ഒന്നും പറയില്ല. സിനിമയിലെ ഈ കഥാപാത്രത്തിന്റെ പേര് ജാനകി. ജാനകിയുടെ കഥയാണ്. പാവൻ ജാനകി എന്തൊക്കെ കോൺസിക്വൻസസ് ആണ് ലൈഫിലെ ചില കാര്യങ്ങൾ കൊണ്ട് നേരിടേണ്ടി വരുന്നതെന്നുള്ളതാണ്. ഈ സുരേഷ് ഏട്ടനായിട്ട് അഭിനയിക്കുമ്പോൾ, സുരേഷ് ഏട്ടൻ ഒരു വലിയൊരു ആക്ടറാണ് അല്ലേ. ആ സുരേഷ് ഏട്ടൻ്റെ കൂടെ ഇന്ന് കോമ്പിനേഷൻ ചെയ്യുമ്പോൾ ഒത്തിരി ആളുകളുടെ കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ സുരേഷ് ഏട്ടനെ ഒന്ന് എടുത്തു പറയാണ്, ആ കോമ്പിനേഷൻ ചെയ്യുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത്? ഫസ്റ്റ് എക്സൈറ്റ്മെന്റ്, പിന്നെ പേടിയായിരുന്നു. ലൊക്കേഷൻ എത്തിയപ്പോ പേടിയായി. ഫസ്റ്റ് ഷോട്ടിന് മുന്നേ പേടിയായി. പിന്നെ ആളുടെ അഭിനയം കണ്ട് അതുമായിട്ട് മാച്ച് ചെയ്യണ്ടേ. സോ ലൈക്ക് അതുമായിട്ട് നമ്മൾ ചില സമയത്ത് ആളുടെ കൂടെ അഭിനയിക്കുമ്പോ നമ്മളൊരു സീൻ അഭിനയിക്കുകയാണെന്നുള്ളത് മറന്നുപോകും. കാരണം ആളുടെ പെർഫോമൻസ് നമ്മൾ നോക്കി ഇങ്ങനെ നിന്ന് പോകും. അയ്യോ ആൾ എന്തൊക്കെ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത് നമ്മൾ ആലോചിച്ച് പോകും. പിന്നെ വീണ്ടും നമ്മുടെ മൈൻഡിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു, ഓ നമ്മൾ അഭിനയിക്കണം, നമ്മൾ ഇതാണ് ക്യാരക്ടർ നമ്മൾ വിചാരിക്കണം. സോ ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. കാരണം ഒന്നാമത്തെ സുരേഷ് സാർ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർ. പിന്നെ അതേപോലെ തന്നെ ആളുടെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അഡ്വക്കേറ്റ് എന്നുള്ള ആ ക്യാരക്ടർ. അപ്പൊ അങ്ങനത്തെ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് നമ്മുടെ മുന്നിൽ നിന്ന് ആ സിനിമ കണ്ട കൂടുതൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് എനിക്ക് ആ പേടി തോന്നിയതെന്നോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ സ്റ്റക്കായി പോയതെന്നുള്ളത് സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത കാര്യമല്ല ലൈഫിൽ നടക്കുന്നുണ്ട്. ബട്ട് ഐ എം റിയലി 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 ഗ്ലാഡ്. ഇതിലെ കഥാപാത്രം എന്തായിട്ടാണ് വരുന്നത്? ഫിറോസ് എന്ന് പറഞ്ഞ ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത്യാവശ്യം ഫുൾ യൂണിഫോമിലുള്ള ക്യാരക്ടർ അല്ല, ബട്ട് ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറായി. കുറേ കേസന്വേഷണവും പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്നത് പറഞ്ഞാലും. പിന്നെ സുരേഷ് ഏട്ടൻ്റെ കൂടെ നിന്ന് അഭിനയിക്കുക, നമ്മൾ ഈ ടി വിയിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ ശക്തമായ ഡയലോഗും പരിപാടിയൊക്കെ. ഇതൊക്കെ നേരിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ക്യാമറയുടെ ബാക്കിലും അല്ലെങ്കിൽ ഒപ്പം നിൽക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഭയങ്കര ഭാഗ്യവും ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ എങ്ങനെയാണ് ഈ സിനിമയിൽ? നമ്മളുണ്ട് കോമ്പിനേഷൻ. ഇത് പക്ഷെ ഒരു ഫൺ
മൂവി അല്ലാത്തതുകൊണ്ട് നമ്മൾ സെറ്റിൽ എല്ലാവരും എനിക്കൊന്ന് കുറെ സീരിയസ് ആയിട്ട് ഇരുന്ന് പിന്നെ ഞങ്ങളെല്ലാവരും ഐ മീൻ ഞാനും മാധവും ഒക്കെ ഭയങ്കര പുതിയ ആൾക്കാരായതുകൊണ്ടും ഞാൻ എപ്പോഴും സൈലന്റ് ആയിട്ടിരുന്ന് ഓക്കെ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ പ്ലാൻ ചെയ്ത് പോയി. അല്ലാതെ അടിച്ചു പൊളിക്കാനുള്ള ഒരു സെറ്റ്, ആ ഒരു ടൈപ്പ് ഓഫ് സെറ്റ് അല്ലായിരുന്നു. ഫസ്റ്റ് സ്കെഡ്യൂളില് പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ എല്ലാം ഭയങ്കര സീരിയസ് ആയി. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ കഥയും ഇത് തന്നെയല്ലേ നമ്മുടെ തലയിൽ. അപ്പൊ ഇതിൽ ഇത്രയും വലിയ വിഷയമാണ് സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ മൂഡിലായി പോവുക. അങ്ങനെ ഭയങ്കര രസമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സംഭവം അടിപൊളിയായിരുന്നു അല്ലേ? സുരേഷിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യം. പിന്നെ ഉറപ്പായിട്ട് നമ്മൾ ടിവിയിലല്ലേ കണ്ടിട്ടുണ്ട്, ടിവിയിലും തിയേറ്ററിലും കണ്ട സുരേഷ് ഏട്ടനെ. അതും അത്ര ഒന്നാമത് ഇതിൽ കുറെ പഞ്ച് ഡയലോഗ്സ് ഉണ്ട്. കോടതി നിന്നിട്ട് സുരേഷ് ഏട്ടൻ ഇങ്ങനെ ആറഞ്ചം ഇങ്ങനെ ഡയലോഗ് ഉണ്ട്. ഇതൊക്കെ നേരിട്ട് കാണാൻ പറ്റുക പറയുന്നത് ഒരു ഭാഗ്യല്ലേ. പഞ്ച് ഡയലോഗ് വരാൻ സുരേഷ് ഏട്ടനെ പറ്റുള്ളൂ. അതാ എനിക്കത് കോടതി ഒന്ന് കുലുങ്ങും ഈ ശബ്ദം കേട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു മറ്റേ ഡയലോഗ് പറയുമ്പോ നമുക്ക് സൗണ്ട് കുറവാണല്ലോ. എനിക്ക് ശബ്ദം വരാതെ പോയിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ കൂടുതൽ ചോദിക്കുന്ന സമയത്ത് ഞാൻ ആയി പോയിട്ടുണ്ട്. രക്ഷിത എന്നാണ് ക്യാരക്ടർ പേര്. ഇങ്ങനെയൊക്കെ തന്നെ. കന്നഡ ആണ്. കന്നഡയാണ് അതിൽ ക്യാരക്ടർ. ബാംഗ്ലൂര് നമ്മള് ഒന്നിച്ച് വർക്ക് ചെയ്ത്. ഇവര് പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സുരേഷ് സാറ് വന്ന ടൈമില് എനിക്ക് ശരിക്കും വാഷ്റൂം പോകും ടെൻഷനായിട്ട് പേടിച്ചു. കാരണം ആ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ടറും കൂടിയാ. പെട്ടെന്ന് കയറി വന്നപ്പോഴത്തേക്ക് ഫുൾ സൈലന്റ് എന്ന് വെച്ചാൽ കോട്ട് ഫുൾ സൈലന്റ്. എനിക്ക് ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് എനിക്ക് ബാത്റൂമിൽ പോകണം. പക്ഷെ ബാത്റൂമിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ. ബിക്കോസ് സാർ അവിടെ നിൽക്കല്ലേ, എങ്ങനെയാ പറയാ. ഞാൻ എന്നിട്ട് എഡിന്റെ അടുത്ത് ലൊക്കേഷനുള്ള ശരിക്കുള്ള ബാത്റൂമാണോ സീനിലുള്ള ബാത്റൂമാണോ? ശരിക്കുള്ളത് ക്ലിയർ ചെയ്യാൻ വേണ്ടി പേടിച്ചിട്ടാണ് പറയാൻ വേണ്ടി ചോദിച്ചത്. സീനിലാണോ പറയാൻ വേണ്ടി ചോദിച്ചത്. പേടിച്ചു എന്ന് വെച്ചാൽ അത്രയും സൈലന്റ് ആയിട്ട് ആള് വരുമ്പോ കണ്ടതിൽ സന്തോഷം, പിന്നെ പേടിച്ചിട്ട് വാഷ്റൂമിലും പോണ ആ ഒരു അവസ്ഥ ഭയങ്കരമായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര പേടിച്ച ഞാൻ ആ കോട്ടി ഇരിക്കുമ്പോ എല്ലാം ഞാൻ ഇങ്ങനെ പേടിച്ചിട്ടായിരുന്നത്. അത് ഭയങ്കര ഡയലോഗ്. ബാത്റൂമിൽ പേടിച്ചിട്ട് ആരോടും പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് എന്ത് ചെയ്യണം ഇപ്പൊ എല്ലാവരോടും പറഞ്ഞില്ല. പറയാനറിയില്ല. രഹസ്യമായിട്ട് പറഞ്ഞതാ ചേട്ടാ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം എല്ലാവർക്കും അറിയാം. അവിടെ ആ കോർട്ട് റൂമിൽ സീൻ നടക്കുമ്പോ എന്താണ് ആൾക്ക് തോന്നിയത്, എന്തായിരുന്നു മനസ്സിൽ പോയിക്കൊണ്ടിരുന്നത്. സ്ക്രീനിൽ കാണുമ്പോ എക്സ്പ്രഷൻ ഇതാ എക്സ്പ്രഷൻ ആയിരുന്നു. അത് നിങ്ങൾ അനുഭവിച്ചു തന്നെ അറിയണം. കാരണം അങ്ങനെ ഒരു ആക്ടർ വന്ന് നിൽക്കുമ്പോ നമ്മള് അതും ആ ഒരു ഡയലോഗൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് വിറയ്ക്കാൻ തുടങ്ങി. എനിക്ക് ഇപ്പോഴും സാറിനെ കാണുമ്പോ ഭയങ്കര ഇതാ വിറയ്ക്ക. എന്നിട്ട് എനിക്ക് ഒരു ദിവസം തല ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് കൊറേ ക്വസ്റ്റ്യൻ ചോദിച്ചു. അന്നേരം ബ്രേക്ക് തന്നു. അപ്പൊ എന്ത് പറ്റി തല ഇറങ്ങി ഒന്ന് ബി.പി കുറഞ്ഞത്, ഫുഡ് കഴിച്ചില്ലായിരുന്നു. ഇത്ര ചെറുതിലെ ബി.പിയോ എനിക്കില്ലല്ലോ. എനിക്ക് കൊറേ ടെൻഷൻ തന്നു. അപ്പഴത്തേക്ക് എനിക്ക് ടെൻഷൻ അയ്യോ ശരിക്കും കൊറേ കാര്യങ്ങൾ പഠിക്കാനൊക്കെ പറ്റി. നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈഫിൽ കിട്ടാവുന്നതിൽ ബെസ്റ്റ് ആയിരുന്നു. തുടക്കത്തില് ലൈഫിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ആളുകളെ കൂടെ അഭിനയിക്കാൻ പറ്റി, ഏറ്റവും നല്ല സിനിമയുടെ ഭാഗമായി പറ്റി. ഇനി പ്രേക്ഷകർ ഏറ്റെടുക്കട്ടെ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.